കഅബ് ഇബ്നു സുഹൈറിനൊക്കെ പരിചയമുണ്ടല്ലോ അല്ലേ? കഅബ് ഇബ്നു സുഹൈർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തിൽ വെച്ചിട്ട് പാട്ട് പാടിയ വ്യക്തി എന്നൊക്കെ ചെറുപ്പത്തിലേ കേൾക്കാറുണ്ട് അല്ലേ? കഥയാണെങ്കിലും അത് എല്ലാ ചരിത്ര ഗ്രന്ഥകർത്താക്കളും സ്ഥിരീകരിച്ച ഭാഗമാണ്. എന്ത്? കഅബ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബുജൈറിനോട് പറഞ്ഞു, ഒന്ന് മദീനത്ത് പോയി നോക്കൂ, നാം ഈ ചീത്തയും ആക്ഷേപവും ശകാരവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മുഹമ്മദിന്റെ വാർത്ത അറിയാം. അങ്ങനെ ബുജൈർ ആദ്യം വന്നു. ബുജൈർ വന്ന് റസൂലുള്ളാഹിന്റെ സമീപനവും റസൂലുള്ളാഹിന്റെ ആ സ്വഭാവവും റസൂലുള്ളാഹിന്റെ പെരുമാറ്റവും ഇതൊക്കെ കണ്ടപ്പോൾ മഹാനായ ബുജൈർ അവിടെ തന്നെ മുസ്ലിമായി. ബുജൈർ മുസ്ലിമായി. മൂപ്പര് കവിയാണ്. എന്നിട്ട് മൂപ്പരുടെ സഹോദരനായ കഅബ് ഇബ്നു സുഹൈറിന് എഴുതി. ഇവർ രണ്ടാരുടെ വാപ്പാരാണ്? സുഹൈറാണ്. സുഹൈർ ആരാണ്? ജാഹിലി ഷാഇറാണ്. ശ്രദ്ധിക്കുക, ജാഹിലി ഷായിറാണ്. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത് സബഉ മുഅല്ലഖയും അശ്റു മുഅല്ലഖയും എന്ന് പറഞ്ഞാൽ ജാഹിലി കാലഘട്ടത്തിലുള്ള കവികൾ. അങ്ങനെയുള്ള കവികളിൽ ഒരു കവിയായിരുന്നു ഇവർ രണ്ടുപേരുടെയും വാപ്പ. വാപ്പയും മക്കളൊക്കെ കവികൾ നടത്താം. ഈ കഅബ് എഴുതി ആർക്ക്? ജ്യേഷ്ഠന് അല്ലെങ്കിൽ അനുജന്. വിഫാഖു കഅബു ബുജൈരിൻ മുൻഖിദുൽ ലക മിൻ തഅജീലി തഹ്ലുകത്തിൻ വൽ ഖുൽദി ഫീ സഖറാ. നീ വിചാരിച്ചതുപോലെയല്ല സംഭവം. നാം ചീത്ത പറഞ്ഞു വെറുതെ നാവടക്കാക്കിയതാണ് ഈ മഹാവ്യക്തിയെ. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഈ മഹാവ്യക്തി അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന നോക്കിയാലും കണ്ടാലും സമീപിച്ചാലും അല്ലാതെ അയാളെക്കുറിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിനക്ക് ഏത് രൂപത്തിൽ രക്ഷപ്പെടണമെങ്കിലും വന്നോ, നിന്റെ ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് കൂടെ കൂടിക്കോ, മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. വിഫാഖു കഅബു ബുജൈരിൻ, കഅബേ ബുജൈറിനോട് യോജിക്കുക. എന്നാൽ റസൂല് കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടാനും അപ്രകാരം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നരകത്തുനിന്ന് രക്ഷപ്പെടാനും നിനക്ക് നല്ലതാണ് എൻ്റെ കൂടെ കൂടിയാലെന്ന് ജ്യേഷ്ഠന് അനുജൻ അല്ലെങ്കിൽ സഹോദരൻ എഴുത്തെഴുതി. എഴുത്ത് കിട്ടിയ സഹോദരനാകുന്ന കഅബ് നമ്മുടെ കഥാപുരുഷനായ സുഹൈർ ഉണ്ടല്ലോ. സുഹൈർ ആരാണ്? ഇവരുടെ വാപ്പ. ആ സുഹൈറിന്റെ മകൻ പറഞ്ഞിരിക്കുന്ന നിമിഷ കവികളാണ്. ഞാൻ പഴയ ശൈലിയിൽ പറയാറുണ്ട്, ഇവർക്ക് മുസ്ലിങ്ങളായവരാണ് രണ്ട് പേര് ലാസ്റ്റ് പറയുന്നവര്. പണ്ട് ഈ സബഉൽ മുഅല്ലഖാത്തിന്റെ ഉടമകളെ കുറിച്ചൊക്കെ അവര് കള്ളു കുടിച്ച് സ്ഥിരം തെറ്റി പാടിയാലും തെറ്റൂല, കറക്കം പിടിച്ച് പാടിയാലേ തെറ്റൂല. അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. പറഞ്ഞു വരുന്നത് അറബി ഭാഷയുടെ കഴിവുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്, ഈ യുഗത്തിൽ അത്രയും വലിയ ഒരു അറബി ഭാഷയിലുള്ള അക്കാദമി രൂപീകരിക്കുക, യോഗം കൂടുക, സമ്മേളിക്കുക, പാട്ട് കച്ചേരി നടത്തുക, അങ്ങും ഇങ്ങും കസർത്തുക, വാക്ക് കസർത്തുകൾ, അങ്ങനെ കള്ളുകുടിച്ച് പാടുക, കഅബത്തിന്റെ പരിസരത്തിൽ തന്നെ അത് നടക്കുക. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചതും എന്നിട്ട് അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ സാഹിത്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ എന്ന് തുടങ്ങിക്കൊണ്ട് വരുന്നതായ അശ്ലീല പദങ്ങൾ എന്ത് ചെയ്തു? അവര് കെട്ടിത്തൂക്കി. എവിടെ? കഅബത്തിന്റെ ഖില്ലയുടെ പരിസരത്തിൽ. എന്ത് കാരണത്താൽ? ആ ഭാഷയുടെ കഴിവുകൽപ്പ് അത് പിൻകാലഘട്ടത്തിൽ വരുന്നവർ സ്മരിക്കട്ടെ, പണ്ടു ജീവിച്ചവരുടെ കഴിവ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച്. കഥകൾ നീണ്ടതാണ്, വിശദമായി നമുക്ക് പറയാതെ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രാധാന്യം അബൂബക്കർ നൽകി, ആയിഷ നൽകി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. എന്തേ? സംരക്ഷിക്കാൻ വേണ്ടി തന്നെ. സുബ്ഹാന, റസൂൽ തന്നെ കേൾക്കാറുണ്ട്, പലപ്പോഴും റസൂൽ സദസ്സിൽ കേൾക്കാറുണ്ട്, പണ്ട് ചെല്ലിയ പദ്യങ്ങൾ കേൾക്കാറുണ്ട്. എന്തേ? ഖുർആനുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് അവരിൽ ഉണ്ടാക്കിയ കഴിവായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ലോകം ആ പദ്യങ്ങളെ മറന്നിട്ടില്ല. ലോകം ഇന്നും അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ അറബി ഭാഷ വകുപ്പിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ, മുസ്ലിങ്ങളുടെയും ഇതര മതസ്ഥരുടെയും എല്ലാവരുടെയും യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ അറബിക് വകുപ്പിൽ ഇതിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ? അറബി ഭാഷയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ കെട്ടിത്തൂക്കപ്പെടാറുണ്ടായിരുന്ന പദ്യങ്ങളിൽ ഈ സുഹൈറിൻ്റെ പദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നതായ കഅബ് ഇബ്നു സുഹൈർ.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പഠിച്ചതാണ്. കേരളത്തിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ത് കാബുൽ സുഹൈർ കോലം മാറി വന്നു എന്നും ഒക്കെ കഥ പൂർത്തിയാക്കാൻ വേണമല്ലോ. കഥ പറയുമ്പോൾ അതിൻ്റെ കോലങ്ങളൊക്കെ പറയണമല്ലോ. നമുക്കതൊന്നും സ്ഥിരീകരിക്കാനുള്ള വകുപ്പില്ലെങ്കിലും ആ പദ്യം അദ്ദേഹം ചൊല്ലി എന്നതും ആ പദ്യത്തിലൂടെ അത്ഭുതങ്ങളവിടെ പ്രകടിപ്പിക്കപ്പെട്ടു എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ അത് ചൊല്ലി പാടി എന്നതും അപ്പോൾ റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലിയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെയുള്ളതായ ആ പുതപ്പ് അവർക്ക് സമ്മാനിച്ചു എന്നതും എന്തിനാണത്? ഇത് അഭയപത്രമാണ്. അബൂ ഹുറൈറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ സ്വർഗ്ഗത്തിൽ കടന്നു എന്നുള്ളത് കേൾക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ എന്തുമായി പോയി? ചെരുപ്പുമായി പോയി. ബുഖാരിയിലാണത് അല്ലേ? ചെരുപ്പുമായി പോയി. എന്തേ? ജനങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് പറയാൻ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കൂടെയുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ വരികയാണെന്ന് തീരുമാനിക്കുന്ന ഒരു ദലീലാണത്. മനസ്സിലായില്ലേ? എന്നത് മാതിരി മൂപ്പർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ ആരെങ്കിലും കഅബ് ഇബ്നു സുഹൈറിനെ കണ്ടാൽ കണ്ടെടുത്തുനിന്ന് വെട്ടിക്കൊന്നു കളയണമെന്ന ഓർഡർ മുമ്പ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. എന്തേ? റസൂലുള്ളാഹിനെ തനി ചീത്ത പറയുന്ന വ്യക്തികളാണ്. റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന വ്യക്തികൾ തൗബ വരെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചത്. ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീമുൽ ഹറാനി പറയുന്നു, ഒരാൾ റസൂലിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ അവനെ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാതെ വെട്ടിക്കൊല്ലേണ്ടതാണ്. അവൻ്റെ അള്ള പുറത്തു കൊടുക്കുന്നതിൽ പുറത്തു കൊടുക്കട്ടെ, നമുക്ക് പുറത്തു കൊടുക്കാൻ അവകാശമല്ല. കാരണം അത് റസൂലുള്ളാഹിന്റെ അവകാശമാണ് എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ അവകാശത്തിലാണ് കൈ കടത്തിയത്. നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തൗബ ചെയ്താലും ചെയ്തില്ലെങ്കിലും റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞോ വെട്ടിക്കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ വിധി. അതെ, അങ്ങനെ മഹാനായ റസൂലിനെ ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ച് ശകാരിച്ച് റോഡല്ല അന്ന് അദ്ദേഹം താമസിച്ച ഗ്രാമങ്ങളിൽ മുഴുവനും, ഗ്രാമപ്രദേശത്തിലാണല്ലോ കവിതകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുക അറബികളുടെ. അങ്ങനെ മൂപ്പര് ഈ പ്രഖ്യാപനം കേട്ടത് കാരണത്താൽ അദ്ദേഹം കോലം മാറിയിട്ടോ എങ്ങനെയാവട്ടെ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നു എന്നും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പറഞ്ഞോട്ടെ എന്ന് ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ റസൂലുള്ളാഹി അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു എന്നും അങ്ങനെ അദ്ദേഹം തുടങ്ങിയത് തന്നെ അറബിയുടെ ശൈലിയിൽ പദ്യം ചെല്ലാനാണ്. അറബിയുടെ ശൈലി പെണ്ണിനെ പറയുക, കള്ളിനെ പറയുക, അതുപോലെ തന്നെ ഒട്ടകങ്ങളെ പറയുക, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു പദ്യമായി മാറുക അന്നത്തെ യുഗത്തിൽ എന്നതുകൊണ്ട് തന്നെ തുടങ്ങിയത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഇങ്ങനെ പദ്യം ചെല്ലാൻ സുആദ് ഞാൻ സ്നേഹിച്ച എൻ്റെ കാമുകി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് ഒരു പൊറുതികേട്, മൂപ്പരിങ്ങനെ പെണ്ണിനെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ, അതുകൊണ്ട് നിർത്താൻ വേണ്ടി പറയാനുള്ള എന്തെങ്കിലും കാട്ടണം വഴി എന്നൊക്കെ കഥയിൽ അങ്ങനെയാണ് പറയുന്നത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കാൻ വേണ്ടി മൂപ്പരുടെ ആവശ്യാർത്ഥം അനുവദിച്ചു എന്നും അങ്ങനെ മൂപ്പര് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അദ്ദേഹം അന്ന റസൂലല്ലാഹി ഔഅദനി والعذر عند رسول الله مقبول وقد أتيت رسول الله معتذرا എന്നീ രൂപത്തിൽ അദ്ദേഹം വന്ന കാരണം പറഞ്ഞു. എന്നിട്ട് കിഴിവ് നൽകണമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ വധിക്കാൻ വേണ്ടി വിധിച്ചിരുന്നു എന്നതൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന വാർത്ത ലഭിക്കുന്നതിന് മുമ്പാണ് എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. അതുകൊണ്ട് ഇതാ നിങ്ങൾ എൻ്റെ ഈ ഉദർ, ഈ കിഴിവ്, ഈ എൻ്റെ മാഫപേക്ഷിക്കൽ നിങ്ങൾ എന്നിൽ നിന്നിട്ട് സ്വീകരിക്കണം റസൂലെ എന്ന ശൈലി ഉൾക്കൊള്ളുന്ന പദ്യങ്ങൾ ചെല്ലിയ ശേഷം ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. മുഹമ്മദ്, എന്താണ് മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറയാ? അദ്ദേഹത്തിൻ്റെ ശൈലി ഇന്നർ റസൂല, അറബികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനമാണ് എന്ത്? ഇന്ത്യൻ വാൾ. കാരണം പണ്ട് തന്നെ ഈ സുലൈമാൻ നബി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇന്ത്യയും അറബികളുമായിട്ട് വളരെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അറബികൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, പ്രാധാന്യം നൽകുന്ന ഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട വാളുകൾ, ഇന്ത്യയിൽ വരുന്നതായ ആയുധങ്ങൾ എന്നതാണ് പണ്ട് തന്നെ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ പണ്ട് തന്നെ ഈ ശൈലി, ഈ പറഞ്ഞ ശൈലി ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഉപമപ്പെടുത്തിയത്. ഇന്ന റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി, ലംഘുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്നതായ നല്ല മൂർച്ചയുള്ള ഒന്നാം തരം ഇന്ത്യൻ വാളിനോട് തുല്യപ്പെടുത്തി സംസാരിക്കുന്നു. അള്ളാഹിൻ്റെ വാളാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂതരായിട്ട് നിയോഗിച്ച വാളാണ് എന്ന പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളത് എന്ന ആ ഭാഗം പറഞ്ഞപ്പോഴാണ് ഈ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതായ വസ്ത്രം നൽകുന്നത് എന്നതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക.